ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ചിനക്കത്തൂർ പൂരത്തിന് വ്യത്യസ്ത ദേശപന്തലൊരുക്കി മീറ്റ്ന ദേശ സ്പെഷ്യൽ പൂര കമ്മിറ്റി. ഒരു വർഷക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം പൂരം അടുക്കുമ്പോൾ ഓരോ ദേശ കമ്മിറ്റിക്കാരും സ്പെഷ്യൽ പൂര കമ്മിറ്റിക്കാരും മുൻ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായതും ആളുകളെ ആകർഷിക്കുന്നതുമായ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരിക്കും. അതിന്റെ ഫലമായി ഇക്കുറി മീറ്റ്ന ദേശത്തിന് കീഴിൽ വരുന്ന സ്പെഷ്യൽ പൂര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂരശ്രദ്ധ പിടിച്ചുപറ്റാൻ ഒരുക്കിയിരിക്കുന്ന ഒരു കവാടമാണ് ശ്രദ്ധേയമായിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ നിശ്ചല ദൃശ്യം പോലെ ഒരു കവാടമായിരുന്നുവെങ്കിൽ ഇത്തവണ ചലനരൂപത്തിലുള്ള ഒന്നാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഈ കമ്മിറ്റിയിലെ തന്നെ അംഗമായ മിഥുനാണ്. സിനിമയിലെ ആർട്ട് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന മിഥുന്റെ നേതൃത്വത്തിൽ 20ഓളം അംഗങ്ങളുള്ള കമ്മിറ്റി ഭാരവാഹികളുടെ ഒരു മാസത്തെ പ്രയത്നമാണ് ഈ കവാടം. അപ്രതീക്ഷിതമായി എത്തിയ വേനൽ മഴ കവാടം പൂർത്തീകരിക്കുന്നതിന് കാലതാമസം വരുത്തി. മഴയില്ലായിരുന്നുവെങ്കിൽ പൂരത്തിന് ഒരാഴ്ച മുന്നേ തന്നെ കവാടം സ്ഥാപിക്കാൻ ഇവർക്ക് കഴിയുമായിരുന്നു. മിഥുനും അനിയൻ മൃദുലും പൂർണ്ണ സമയവും ഇതിനുവേണ്ടി സമയം കണ്ടെത്തി നിൽക്കുകയായിരുന്നു. വെൽഡിംഗ് പണികൾ പൂർണ്ണമായും മധുവിന്റെ നേതൃത്വത്തിലും പെയിന്റിംഗ് ജോലികൾ മറ്റംഗങ്ങളുടെ സഹായത്തോടെയുമാണ് ചെയ്തത്. പ്രദേശവാസികളിൽ നിന്നും മീറ്റ്ന ദേശ കമ്മിറ്റി ഭാരവാഹികളിൽ നിന്നും പരിപൂർണ പിന്തുണയും ഇവർക്ക് ലഭിച്ചു. മറ്റു സ്പെഷ്യൽ പൂര കമ്മിറ്റിക്കാരിൽ നിന്നെല്ലാം വ്യത്യസ്തമാവണം എന്ന ചിന്തയാലാണ് സ്വന്തമായി ഒരുക്കുന്ന കവാടം എന്നതിലേക്ക് എത്തിയത് എന്നും കഴിഞ്ഞ തവണ ചെയ്ത നിശ്ചല കവാടത്തിന് കിട്ടിയ പിന്തുണയാണ് ഇക്കുറി ഇത്തരത്തിലുള്ളൊരു കവാടം നിർമ്മിക്കാൻ തീരുമാനമാക്കിയതെന്നും മിഥുൻ പറഞ്ഞു. ചിനക്കത്തൂർ പൂരത്തിന് ഒരുപാട് സ്പെഷ്യൽ ആഘോഷ പൂര കമ്മിറ്റികളുണ്ട്. അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ആലോചനയിലാണ് നമ്മുടെ ഈ കമ്മിറ്റി രൂപീകരിക്കുന്നത് തന്നെ. 2 വർഷമായിട്ടുള്ള ഈ കമ്മിറ്റി പരിപാടികൾ കൊണ്ടുവന്ന് തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു നമ്മുടെ ഐഡൻറ്റിറ്റിക്ക് വേണമെന്നുള്ള രീതിയിൽ നമ്മളൊരു കവാടം നിർമ്മിക്കുകയുണ്ടായി കഴിഞ്ഞ പ്രാവശ്യം. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ലൊരു അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം വ്യത്യസ്തമായിട്ടുള്ളൊരു കവാടം നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിനൊരു അനിമേഷനൊക്കെ കൊടുത്ത് കുറച്ച് ഒരു മോഷനൊക്കെ കൊടുത്ത് നല്ല ഗംഭീര കവാടം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ചിനക്കത്തൂർ പൂരം ആസ്വദിക്കാൻ വരുന്നവർ നമ്മുടെ കവാടം കൂടി ആസ്വദിക്കുക. ഇവിടെ വന്ന് മിനിയേച്ചർ രൂപങ്ങൾ ചെയ്യുന്ന ആർട്ടിസ്റ്റാണ് മിഥുൻ. പഴയ SD ലോറി, വാഴല്ലിപ്പാടത്തെ കൂത്തുമാടം എന്നിവയുടെ ചെറിയ രൂപങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു. ചിനക്കത്തൂർ പൂരത്തിന്റെ പ്രത്യേകതയായ കുതിരകളുടെ മിനിയേച്ചറുകളും നിർമ്മിച്ചിട്ടുണ്ടെന്ന് മിഥുൻ പറഞ്ഞു. ഞാൻ കുറച്ച് ഇതേപോലെ ഞാൻ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മിനിയേച്ചറുകൾ ഉണ്ടാക്കുന്നതൊക്കെയാണ്. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത് നമ്മുടെ വാടാലിക്കാവിൻ്റെ കൂത്തുമാടത്തിൻ്റെ ഒരു മിനിയേച്ചർ ഞാനൊരു രസത്തിന് ചെയ്തതാണെങ്കിൽ പോലും അത് ഇൻസ്റ്റാഗ്രാമിലൊരു അത്യാവശ്യം വ്യൂവേഴ്സൊക്കെ ആയിട്ടൊരു വൈറലായിരുന്നു. ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുതിരകളുടെ മിനിയേച്ചർ ചിനക്കത്തൂർ പൂരത്തിന് വരുന്നവർക്ക് എല്ലാവർക്കും ഇവിടുത്തെ ഒരു മെയിൻ ഒരു ഫെസ്റ്റിവലിൻ്റെ ഒരു ഭാഗം കുതിരകളിയാണ്. കുതിരകളുടെ മിനിയേച്ചേഴ്സൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വാമല നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല സൗന്ദര്യം ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ആ വാമലയുടെ ഒരു മിനിയേച്ചർ കൂടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഘട്ടത്തിലാണ്. അത് പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്.